പശ്ചിമ ബംഗാളിൽ 15 വർഷമായി തുടരുന്ന മമതയുടെ ഹിറ്റ്ലർ ഭരണത്തിനാണ് ബി.ജെ.പി. സർക്കാർ ഇപ്പോൾ അറുതി വരുത്താൻ പോകുന്നത്. അങ്ങനെ സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ഇന്നലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ പുറത്തേക്ക് വരുന്നത്. ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പ് സമാധാനത്തോടെ നടന്നു പോകരുത് എന്ന വാശി തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ പലതരത്തിലുമുള്ള കലാപങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിച്ചു എന്നതാണ് പ്രധാന കാര്യം. എന്നാൽ അർദ്ധസൈനികരെ ഉപയോഗിച്ചുകൊണ്ട് തൃണമൂലിന്റെ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും പൊളിച്ചടുക്കി എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിൽ നടന്ന ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പശ്ചിമ ബംഗാളിൽ 92.3% പോളിംഗ് നടന്നത്. വടക്കൻ ബംഗാൾ ഉൾപ്പെടെ 16 ജില്ലകളിലായി 152 മണ്ഡലങ്ങളിലെ ജനങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. പോളിംഗ് തടസ്സപ്പെടുത്താൻ നോക്കിയെങ്കിലും സൈന്യം ലാത്തി വീശുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. വ്യക്തമായ ഒരു കാര്യം പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ പൊതുവെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്താറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തവണ ഒന്നാം ഘട്ട പോളിംഗിൽ വ്യത്യസ്തമായ കാഴ്ചയാണ് കണ്ടത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 1947 ശേഷമുള്ള ഒരു ഉയർന്ന പോളിംഗ് ആണ് പശ്ചിമ ബംഗാളിൽ ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്നലെ കണ്ടത്. ഏകദേശം 92.59%. ഈ ഉയർന്ന പോളിംഗ് ബി.ജെ.പിക്ക് അനുകൂലമാകുന്ന കാര്യമാണ്. കോവിഡ്-19 പകർച്ചവ്യാധിക്കും ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനും ബി.ജെ.പിയും തമ്മിലുള്ള കടുത്ത ശത്രുതയ്ക്കും ഇടയിൽ നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82.30% പോളിംഗ് മാത്രമാണ് അന്ന് രേഖപ്പെടുത്തിയത്. അന്ന് 294 അംഗ നിയമസഭയിൽ 213 സീറ്റുകളുമായി മമതയുടെ തൃണമൂൽ അധികാരം നിലനിർത്തി. വ്യാഴാഴ്ച രേഖപ്പെടുത്തിയ 3.6 കോടി രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ 92.59% പേർ ബംഗാളിൽ വോട്ട് ചെയ്തിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാനത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും ഉയർന്ന പോളിംഗ് കൂടിയാണ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ പറഞ്ഞത് ഇതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം പശ്ചിമ ബംഗാളിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമെന്ന്. ബംഗാളിൽ ഉണ്ടായതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പിച്ചു പറയുകയാണ്. ഇവിടെ കണക്കിലെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ SIR പ്രക്രിയയാണ്. ഈ പ്രക്രിയ വിവാദത്തിൽ കുടുങ്ങിയെങ്കിലും കൃത്യമായി തന്നെ എല്ലാം ഭംഗിയായി തന്നെ പൂർത്തിയായി എന്നതാണ് മറ്റൊരു കാര്യം. സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം 91 ലക്ഷം പേരുകളാണ് ഇല്ലാതായത്. SIR അഭ്യാസത്തിന് പുറമെ പശ്ചിമ ബംഗാളിൽ ഉയർന്ന പോളിംഗ് ശതമാനത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങളുമുണ്ട്. പശ്ചിമ ബംഗാളിന് പുറത്ത് ജോലിക്കായി താമസിക്കുന്ന വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നോ അല്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് സംസ്ഥാനത്തേക്ക് ഓടിയെത്തി. അങ്ങനെയും വോട്ട് വർദ്ധിച്ചു. കൂടാതെ കേന്ദ്ര സായുധ പോലീസ് സേനയുടെ വലിയൊരു വിന്യാസം ഇക്കുറി പശ്ചിമ ബംഗാളിൽ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇതോടെ സുരക്ഷിതമായി വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുമെന്ന ഒരു ധാരണ ആളുകൾക്കിടയിലുണ്ടായി. സാധാരണ തൃണമൂൽ കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യാൻ പലരും സുരക്ഷ ഭയന്ന് പോളിംഗ് ബൂത്തിൽ എത്താറില്ല. എന്നാൽ ഇക്കുറി എല്ലാവരും ഭയമില്ലാതെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞു. 2.5 ലക്ഷം CAPF ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്ത് സുരക്ഷയ്ക്കായി വിന്യസിക്കപ്പെട്ടത്. ഈ ട്രെൻഡ് ബി.ജെ.പിക്ക് അനുകൂലമാകും എന്നൊരു പ്രതീക്ഷയുമുണ്ട്.